ഹലോ ഫ്രണ്ട്സ്, ബി കെ ടെക് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ SLC ഹിസ്റ്ററിയിലെ 3rd ചാപ്റ്റർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വന്നിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ആ ചാപ്റ്റർ നോക്കാം. നമ്മൾ പെട്ടെന്ന് തന്നെ റിവിഷൻ ചെയ്ത് തീർക്കും. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന ഫോക്കസ് പോയിന്റുകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ വരുന്ന പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി, ഇന്ത്യ സിവിൽ സർവീസ്, ഇ ഗവേണൻസ്. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസും ഇ ഗവേണൻസും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്തിടുക. എങ്കിലും ഞാൻ ഇന്ന് ഇതുപോലുള്ള നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ചാപ്റ്ററിലേക്ക് കിടക്കാം. ആദ്യം തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് നോക്കണം. അപ്പോൾ എന്താണ് ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? ഇങ്ങനെ ഒരു ചോദ്യം കിട്ടി നിങ്ങൾ എങ്ങനെയൊക്കെ ആൻസർ ചെയ്യുക? അപ്പോൾ അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് ചോദിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് അതായത് ഒന്നോ രണ്ടോ മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് എന്ത് എഴുതി വെക്കുക, ജസ്റ്റ് ഇത് എഴുതി വെക്കുക. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇസ് കൺസേൺഡ് വിത്ത് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗവൺമെൻറ് എൻ ഗ്ലാഡൻ. ഇത് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ആ 2 മാർക്ക് കിട്ടും, അല്ലെങ്കിൽ 3 മാർക്ക്. പിന്നെ 4 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് എഴുതുക, ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇങ്ങനെ എഴുതുക. അതായത് എന്താ പറയുക, വാട്ട് ഈസ് സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ വരുന്നുണ്ട്. അതിന് മുമ്പ് ഇങ്ങനെ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ആൻസറായിട്ട് നിങ്ങൾ ഇപ്പോൾ എന്താ പറയുക, 4 മാർക്കിന് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് ചോദ്യം വന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് എഴുതുക. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽസ് ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ലോസ്, ഗവൺമെൻറ്റൽ പോളിസീസ്, പ്രോഗ്രാംസ് ആൻഡ് ഡെവലപ്മെൻറ്റൽ പ്രൊജക്ട്സ്. Governmental institutions are part of public administration. They function for the welfare of people. ജസ്റ്റ് ഇത് പഠിച്ചെഴുതിയാൽ മതി. അതായത് കൂടുതൽ മാർക്കിനനുസരിച്ച് ഇപ്പോൾ കുറഞ്ഞ മാർക്കാണ് നിങ്ങൾ ജസ്റ്റ് ഇത് എഴുതി വെച്ചാൽ മതി. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇസ് കൺസേർഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗവൺമെൻറ് എൻ ഗ്ലാഡ് എന്ന് പ്രത്യേകം എഴുതണം, മറന്നു പോകരുത്. ഇനിയിപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് പഠിക്കാൻ അതിപ്പോൾ ഇത് ഓർത്തിരിക്കാൻ പറ്റില്ല, എക്സാമിന് ഇപ്പോൾ ഇത് ആലോചിച്ചിട്ട് കിട്ടിയില്ല, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ജസ്റ്റ് നിങ്ങൾ ഇത് എഴുതി വെക്കുക. ഫുൾ മാർക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ 3/4 മാർക്കോളം ഇത് എഴുതിയാൽ തന്നെ ഒരുവിധം കിട്ടും. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ പൊതുഭരണം എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണെന്നാണ് എൻ ഗ്ലാഡൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 1-2 മാർക്കിനൊക്കെ ചോദിച്ചാൽ ഇത് എഴുതിയാൽ മതി. പിന്നെ നമ്മൾ കറക്റ്റ് 3 മാർക്കിനൊക്കെ ചോദ്യം വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ഇത് എഴുതണം. അതായത് രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെ പൊതുഭരണമെന്ന് പറയുന്നു. അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽസ് ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ലോസ്, ഗവൺമെൻറ്റൽ പോളിസീസ്, പ്രോഗ്രാംസ് ആൻഡ് ഡെവലപ്മെൻറ്റൽ പ്രൊജക്ട്. ഗവൺമെൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ പാർട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ദേ ഫങ്ഷൻ ഫോർ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. അതായത് ഇത് മുഴുവൻ കിട്ടിയില്ലെങ്കിലും ജസ്റ്റ് നിങ്ങൾ ഏകദേശമൊക്കെ ഒന്ന് എഴുതി വെക്കണം. അതായത് ആൻസർ പേപ്പറിൽ ഏകദേശമൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മാർക്ക് തരുന്നതായിരിക്കും. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ ഗവൺമെൻറ് അതായത് എന്താ പറയുക, നമ്മുടെ ഗവൺമെൻറ് പബ്ലിക്കിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരെടുക്കുന്ന ഒന്നായി എടുക്കുന്ന ഡിസിഷൻസിനാണ് നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പൊതുവെ പറയാം. അവർ എന്താ പറയുക, ഓരോ ലോസ് ഉണ്ടാക്കും, ഓരോ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യും, അതിനൊക്കെ കൂടി ചേർത്താണ് നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. ഓക്കെ, നമുക്കിനി അടുത്ത നമ്മുടെ ടോപ്പിക് എന്താണെന്ന് നോക്കാം. അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് നമ്മുടെ ഫോക്കസ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇതിൽ നിങ്ങൾ മെയിനായിട്ട് ഇതൊന്നും പഠിച്ചു നോക്കണ്ട, ഈ പാരഗ്രാഫ് ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ചിടുക. ഇതിൽ ഈ ടേബിൾ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കുക. സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദ്യം വരിക. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നൊരു ചോദ്യം വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതുന്നത്? ഫോർമുലേറ്റ് ഗവൺമെൻറ്റൽ പോളിസീസ്, provide goods and service, find out solution to public issues, ensure welfare of the people. അതായത് ഫോർമുലേറ്റ് ഗവൺമെൻറ്റൽ പോളിസീസ്, അതായത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ രൂപപ്പെടുത്തുക. പിന്നെ പ്രൊവൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതായത് എന്താ പറയുക, സേവനമൊക്കെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. പിന്നെ എൻഷ്യൂർ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, അതായത് ആളുകളുടെ എന്താ പറയുക സൗഖ്യം അന്വേഷിക്കുക. പിന്നെ ഫൈൻഡ് ഔട്ട് സൊല്യൂഷൻ ടു പബ്ലിക് ഇഷ്യൂസ്, അതായത് പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക. അതും കൂടിയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇങ്ങനെ ചോദ്യം വന്നാൽ ഇനിയിപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക, ഗാന്ധിജിക്ക് നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലുള്ള ജസ്റ്റ് ഈ ഒരു പോയിന്റ് അങ്ങോട്ട് എഴുതി വെക്കുക. ആദ്യം ഇത് എഴുതുക, എന്താ പറയുക, സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് പോയിന്റ് ആക്കിയിട്ട് എഴുതുക. ഫോർമുലയിൽ ഗവൺമെൻറ്റൽ പോളിസീസ്, എൻഷുർ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, ഫൈൻഡ് ഔട്ട് സൊല്യൂഷൻ ടു പബ്ലിക് ഇഷ്യൂസ്, പ്രൊവൈഡ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറഞ്ഞിട്ട് പോയിന്റ് ആക്കി എഴുതുക. അതിനുശേഷം നിങ്ങൾ ഇതും കൂടി എഴുതുക. അത് ഗാന്ധിജി എക്സ്പെക്ട് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇനേഴ്സ് ഓഫ് ഓൾ ത്രൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുക. ബട്ട് ദർ
there are number of person in our society who require special consideration and protection. He opined that public administration should consider them specially and protect them. അപ്പോൾ ഗാന്ധിജി പറയുന്നത് കുറച്ച് ഗാന്ധിജി പറയുന്നത് കൂടി മിക്സ് ആക്കിയിട്ട് അതിൻ്റെ ചോട്ടിൽ ചെറിയൊരു പാരഗ്രാഫ് പോലെ എഴുതാം. അത് കറക്റ്റ് നമ്മുടെ ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ ജനങ്ങളെ ക്ഷേമം സർക്കാർ അന്വേഷിക്കുക, അത്രയേ ഉള്ളൂ അതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക് എന്താ നോക്കാം. അടുത്ത ടോപ്പിക്കാണ് ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസിയാണ് നമ്മൾ അടുത്ത ടോപ്പിക്കായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ബ്യൂറോക്രസി എന്താണെന്നും കൂടി നോക്കിയിരിക്കുക. ബ്യൂറോക്രസി എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിലെ ഭരണകാര്യങ്ങളും അതിപ്പോൾ ഈ ഭരണകാര്യങ്ങൾ മീൻസ് എന്താ പറയുക, ഓരോ ക്ഷേമ വകുപ്പ് അങ്ങനെ ഓരോ വകുപ്പുകളുണ്ടല്ലോ നമ്മുടെ ഗവൺമെൻറ്റിന് തന്നെ. ആ ഭരണ എന്താ പറയുക ജോലി അവരുടെ എന്താ പറയുക ജോബ്സൊക്കെ നിർവഹിക്കുക. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ കീഴിൽ വരുന്ന ഭരണങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുക, അതായത് ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പിന്നെ പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ മുഴുവനായിട്ട് നമ്മൾ പറയുന്ന പേരാണ് ഉദ്യോഗസ്ഥ വൃന്ദം അഥവാ ബ്യൂറോക്രസി. അതായത് ദ എംപ്ലോയി ഹു വർക്ക് അണ്ടർ പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആൻഡ് അഡ്മിനിസ്റ്റർ ദ കൺട്രി ആർ ടുഗദർ നോൺ ആസ് ബ്യൂറോക്രസി. അപ്പോൾ അതത്ര പറഞ്ഞാൽ മതി. നമുക്ക് ബ്യൂറോക്രസി മെയിനായിട്ട് പഠിക്കേണ്ട, എങ്കിലും ജസ്റ്റ് റീഡ് ചെയ്തിട്ടേക്കാം. നമുക്ക് മെയിനായിട്ട് വരുന്നത് ബ്യൂറോക്രസീൻ്റെ ഫീച്ചേഴ്സാണ്. ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസിയാണ്. ഇത് ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ വരും, അപ്പോൾ നിങ്ങളത് മുഴുവനായിട്ട് പഠിച്ചിരിക്കുക. ഇത് പഠിക്കാനായിട്ട് ഞാൻ ഷോർട്ട് പറഞ്ഞുതരാം. HAPPP എന്ന് പറഞ്ഞ് പഠിച്ചാൽ മതി. അത് H ഹിറാർച്ചിക്കൽ ഓർഗനൈസേഷൻ, പിന്നെ P പെർമനൻസ്, പൊളിറ്റിക്കൽ ന്യൂറോളിറ്റി, പ്രൊഫഷണലിസം. അത് കഴിഞ്ഞിട്ട് അപ്പോയിൻമെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ. അത് H ഹിറാർച്ചിക്കൽ ഓർഗനൈസേഷൻ, A അപ്പോയിൻമെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ, പിന്നെ ബാക്കിയുള്ള 3 Pകൾ പെർമനൻസ്, പൊളിറ്റിക്കൽ ന്യൂറോളിറ്റി, പ്രൊഫഷണലിസം. ഇതിൽ തന്നെ ഈ ഹിറാർച്ചിക്കൽ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ബ്യൂറോക്രസി ഈസ് ഓർഗനൈസ്ഡ് ഇൻ സച്ച് എ വേ that there are one employee at the top and the number increases when it reaches the lower. This is known as hierarchical organization. എന്താ പറയുക, ഇപ്പോൾ ഒരു മുതലാളി ഉണ്ടാവും, മുതലാളിൻ്റെ കീഴിൽ കുറേ തൊഴിലാളികളുണ്ടാവും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ എംപ്ലോയി ഒരു ടോപ്പായിട്ടുള്ളൊരു എംപ്ലോയി ഉണ്ടാവും എവിടെ ചെന്നാലും. അതിപ്പോൾ പോലീസിൽ തന്നെ നോക്കിയാൽ എസ് ഐയുടെ ചുവടെ കോൺസ്റ്റബിൾസ് അതുപോലെ ആണ്. അങ്ങനെ അത് എന്താ പറയുക എംപ്ലോയി ടോപ്പിലുള്ള എംപ്ലോയിൻ്റെ കീഴിൽ കുറച്ച് അസിസ്റ്റൻസ് ഉണ്ടാവും വർക്ക് ചെയ്യാൻ. ഇതിനെ നമ്മൾ പറയുന്നത് ഹിറാർച്ചിക്കൽ ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്തത് പെർമനൻസ് ആണ്. പേഴ്സൺസ് അപ്പോയിൻറ്റഡ് വിൽ കണ്ടിന്യൂ ഇൻ സർവീസ് ടിൽ ദ ഏജ് ഓഫ് റിട്ടയർമെൻറ്റ്. അതിപ്പോൾ ഒരാൾ ജോലിക്ക് വെക്കുമ്പോൾ അയാൾക്ക് ഇത്ര കാലാവധി ഉണ്ടാവും, ഇത്ര വർഷം കഴിഞ്ഞാൽ ജോലി ഉപേക്ഷിച്ച് പോകണം. അതായത് ചിലർക്ക് പെർമനൻ്റ് ആയിരിക്കും, സ്ഥിരമായിട്ട് ഈ ജോലി തന്നെ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിനാണ് നമ്മൾ പെർമനൻസ് പറയുക. പിന്നെ അപ്പോയിൻമെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ. എംപ്ലോയീസ് ആർ റിക്രൂട്ടഡ് ആൻഡ് അപ്പോയിൻറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. അത് പൊതുവെ നമുക്ക് അറിയുന്ന കാര്യം തന്നെയായിരിക്കും. ഒരു ജോലി കിട്ടണമെങ്കിൽ ഒരു എഡ്യൂക്കേഷനായിട്ട് അവർക്ക് ക്വാളിഫിക്കേഷൻ വേണമല്ലോ. അതിപ്പോൾ നമ്മളിപ്പോൾ +2 ഡിഗ്രി എന്നൊക്കെ പറയുന്ന ഓരോ ക്വാളിഫിക്കേഷൻസ് ആണ്. അപ്പോൾ ഓരോ ക്വാളിഫിക്കേഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക അപ്പോയിൻമെൻറ്റ്, അതായത് ജോലിക്ക് നിയമിക്കുക. പിന്നെ അടുത്തത് പൊളിറ്റിക്കൽ ന്യൂറോളിറ്റി. Bureaucrats are liable to implement the policies of whichever party comes to power. Party interests should not reflect in their work. They should act neutrally. എന്ന് വെച്ചാൽ അതിപ്പോൾ ഏത് പാർട്ടി ഭരണത്തിൽ വന്നാലും അത് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അങ്ങനെയൊന്നും പാടില്ല. നിഷ്പക്ഷമായിട്ട് ആയിരിക്കണം ഈ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കേണ്ടത്. ന്യൂറോളിറ്റി മീൻസ് നിഷ്പക്ഷം എന്നാണ് ഉദ്ദേശിച്ചുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കിയേക്കാം. പിന്നെ അടുത്ത് പ്രൊഫഷണലിസം. എവറി ഗവൺമെൻറ് എംപ്ലോയി മസ്റ്റ് ബി സ്കിൽഡ് ഇൻ ദെയർ വർക്ക്. അതായത് സ്ഥിരം നമുക്ക് അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് ജോലിക്കാണ് അയാൾക്ക് അയാളുടെ സ്കില്ല് ഉണ്ടാവണം. അതായത് അയാളുടെ ജോലി അയാൾ നല്ല ഭംഗിയായിട്ട് ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. അതായത് എംപ്ലോയി എന്താണ് സ്കില്ലുള്ള ആളായിരിക്കണം. അതായത് വർക്ക് ചെയ്യാൻ അറിയുന്ന ആളായിരിക്കണം, കഴിവുള്ള ആളായിരിക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ടോപ്പിക് കഴിഞ്ഞു. അതായത് എന്തൊക്കെയാണ് ബ്യൂറോക്രസീൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ള പോയിന്റ് കഴിഞ്ഞു. പിന്നെ ബ്യൂറോക്രസി ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞത് നമുക്ക് വരുന്നില്ല, അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇന്ത്യൻ സിവിൽ സർവീസ് നോക്കാം. അതാണ് നിങ്ങൾക്ക് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ സിവിൽ സർവീസ് ആണ് നമുക്ക് അടുത്ത ഫോക്കസ് പോയിന്റ് ആയിട്ട് തന്നിട്ടുള്ളത്. ഈ 3 ബോക്സ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക. ഓൾ ഇന്ത്യൻ സർവീസ്, സെൻട്രൽ സർവീസ്, സ്റ്റേറ്റ് സർവീസ്. ഇത് പഠിക്കാൻ ചെറിയ ട്രിക്കൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഓൾ ഇന്ത്യ സർവീസ് എന്താണെന്ന് നോക്കാം. റിക്രൂട്ട്സ് അറ്റ് നാഷണൽ ലെവൽ, അപ്പോയിൻറ്റ് ഇൻ ദ സെൻട്രൽ ഓർ സ്റ്റേറ്റ് സർവീസ്. എക്സാമ്പിൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്. അതിപ്പോൾ എന്താ പറയുക നാഷണൽ ആയിട്ടുള്ളതാണ് ഇത് ഓൾ ഇന്ത്യൻ സർവീസ്. അപ്പോൾ ഓൾ ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നാഷണലായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത്ര ആലോചിക്കുക. റിക്രൂട്ട്സ് അറ്റ് നാഷണൽ ലെവൽ. പിന്നെ അടുത്തത് അപ്പോയിൻറ്റ്സ് ഇൻ സെൻട്രൽ ഓർ സ്റ്റേറ്റ് സർവീസ്. അപ്പോയിൻറ്റ് ചെയ്തത് എവിടെ നിന്നാണ്? അതായത് സെൻട്രൽ നിന്നാണ് സ്റ്റേറ്റ് ഏതെങ്കിലും ഒന്ന്, അതായത് കേന്ദ്രമാണ് അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലോ ആയിരിക്കും നിയമിക്കുക.
അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും ഇന്ത്യൻ പോലീസ് സർവീസും. ഇതിലൊക്കെ നിയമിക്കുന്നത് എങ്ങനെയാണ്? നാഷണൽ ലെവലിലാണ് നിയമിക്കുക. പിന്നെ അടുത്തത് സെൻട്രൽ സർവീസ് റിക്രൂട്ട്സ് അറ്റ് നാഷണൽ ലെവൽ. ഇതും എന്താണ്? നാഷണൽ ലെവലാണ്. അതേ പോയിൻ്റാണ് ഇപ്പോഴത്തും വരുന്നത്. അപ്പോയിൻറ്റ് ഇൻ സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓൺലി. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമേ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നും. എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്. അതായത് ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൻ്റെ എക്സാമ്പിളായിട്ടുള്ളത്. പിന്നെ അടുത്തത് സ്റ്റേറ്റ് സർവീസ് റിക്രൂട്ട്സ് അറ്റ് സ്റ്റേറ്റ് ലെവൽ അപ്പോയിൻറ്റ് ഇൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൺലി. എക്സാമ്പിൾ സെയിൽസ് ടാക്സ് ഓഫീസർ, ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതൊക്കെയാണ് ഈ സ്റ്റേറ്റ് സർവീസിലായിട്ട് വരുമ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് 3 പഠിക്കാനായിട്ട് റിക്രൂട്ട്സ് അറ്റ് നാഷണൽ ലെവൽ, അതായത് സെൻട്രൽ സർവീസും ഓൾ ഇന്ത്യൻ സർവീസും എന്നാണ് ഫസ്റ്റത്തെ പോയിന്റ് ഈക്വലാണ്. അതായത് ഒരേ പോയിന്റാണ് രണ്ടിലും വന്നിട്ടുള്ളത്, അത് നോക്കുക. പിന്നെ അടുത്തതായിട്ട് വരുന്നത് അപ്പോയിൻറ്റ് ഇൻ സെൻട്രൽ ഗവൺമെൻറ്. ഇവിടെ എന്താണ്? ഓൾ ഇന്ത്യൻ സർവീസിൽ സെൻട്രലുമാണ് സ്റ്റേറ്റ്. സെൻട്രലിൽ നിന്നും അപ്പോയിൻറ്റ് ചെയ്യും, സ്റ്റേറ്റും അപ്പോയിൻറ്റ് ചെയ്യും. പക്ഷേ സെൻട്രലാകുമ്പോൾ എന്താണ്? സെൻട്രൽ മാത്രമേ അപ്പോയിൻറ്റ് ചെയ്യുള്ളൂ. അപ്പോയിൻറ്റ്സ് ഇൻ സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൺലി. അത്ര ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് ബോക്സ് സിമ്പിളായിട്ട് പഠിക്കാം. അതുപോലെ തന്നെ റിക്രൂട്ട്സ് അറ്റ് സ്റ്റേറ്റ് ലെവൽ, ഇത് സ്റ്റേറ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ റിക്രൂട്ട്സ് അറ്റ് സ്റ്റേറ്റ് ലെവലാണ്. പിന്നെ അപ്പോയിൻറ്റ്സ് ഇൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൺലി എന്നാണ്. ഇവിടെ രണ്ടിനും പറ്റും, ഇവിടെ സെൻട്രലാണ്. അപ്പോൾ അടുത്തത് സ്റ്റേറ്റ് ആയിരിക്കും നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ പഠിക്കാം, ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ തന്നെ, അതായത് നമ്മുടെ ഇന്ത്യൻ സിവിൽ സർവീസിൽ തന്നെ നമുക്ക് UPSCയും പഠിക്കണം, PSCയും പഠിക്കണം. അപ്പോൾ നമുക്ക് അതിലേക്ക് നോക്കാം. Candidates to All India Service and Central Service are recruited by the Union Public Service Commission (UPSC). The chairman and the members of this commission are appointed by President of India. The UPSC has elaborate mechanism for the recruitment of candidate based on qualification. അത് UPSC എന്താണെന്ന് തന്നെയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതായത് ഇപ്പോൾ കാൻഡിഡേറ്റ്സ് ടു ഓൾ ഇന്ത്യ സർവീസ്, സെൻട്രൽ സർവീസ് ആർ റിക്രൂട്ടഡ് ബൈ ദ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഈ UPSC കമ്മീഷൻ എന്താണ്? ഓൾ ഇന്ത്യ സർവീസും പറ്റും, സെൻട്രൽ സർവീസും പറ്റും, റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത്ര ആലോചിക്കുക. പിന്നെ ദ ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദിസ് കമ്മീഷൻ ആർ അപ്പോയിൻറ്റഡ് ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഇതിലുള്ള അതായത് മെമ്പേഴ്സിനെയും ചെയർമാനൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും കൂടി പഠിക്കാം. ഓക്കെ, അതിൽ അത്രേ വരുന്നുള്ളൂ. പിന്നെ നമുക്കായിട്ട് വരുന്നത് എന്താ വെച്ചാൽ PSC വരുന്നുണ്ട്. അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ കാൻഡിഡേറ്റ്സ് ആർ റിക്രൂട്ടഡ് ബൈ പബ്ലിക് സർവീസ് കമ്മീഷൻ. PSCൻ്റെ ഫുൾ ഫോമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ. അതുപോലെ UPSCക്കും ഉണ്ട്, അപ്പോൾ അത് നോക്കുക. അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ കാൻഡിഡേറ്റ്സ് ആർ റിക്രൂട്ടഡ്, അതായത് സ്റ്റേറ്റ്, അതായത് എന്താ പറയുക, സംസ്ഥാന തലത്തിലുള്ള ആളുകളാണ് ഇതിൽ. പിന്നെ ദ ഗവർണർ അപ്പോയിൻറ്റ്സ് ദ ചെയർമാൻ ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് പബ്ലിക് സർവീസ്. നമ്മുടെ ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ, അത് PSC എക്സാം എന്നൊക്കെ കേട്ടിട്ടില്ല, അത് തന്നെ സംഭവം. അതിൻ്റെ ചെയർമാൻ, അത് നോക്കുന്ന ചെയർമാനും അതിൻ്റെ മെമ്പേഴ്സിനൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്? ഗവർണറാണ് അപ്പോയിൻറ്റ് ചെയ്യുക, അത് നോക്കുക. പിന്നെ UPSC ആൻഡ് സ്റ്റേറ്റ് PSC ആർ constituted on the basis of constitutional provisions, so they are called constitutional institutions. ഇങ്ങനെ ഒരു ചോദ്യം എക്സാമിന് വന്ന് കണ്ടിട്ടുണ്ട്. അതായത് വൈ ദേ കാൾഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. UPSC PSC എന്തുകൊണ്ടാണ് ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയപ്പെടുന്നതെന്ന് അത് ഇവിടെ മുതൽ ഇങ്ങനെ ആൻസർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചോദ്യം വന്നാൽ ഇത്ര ആൻസർ ചെയ്താൽ മതി. UPSC ആൻഡ് സ്റ്റേറ്റ് PSC ആർ constituted on the basis of constitutional provisions, so they are called constitutional institutions. അപ്പോൾ ഈ PSC എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന സംഭവം ആലോചിക്കുക. അപ്പോൾ PSC അത് സ്റ്റേറ്റ് തലം, കേരളം ഒരു സ്റ്റേറ്റാണ്, അങ്ങനെ നോക്കിയാൽ മതി, സ്റ്റേറ്റ്. ഓക്കെ, പിന്നെ ഇതിൽ ജസ്റ്റ് കൊടുക്കുന്ന ഹിറാച്ചൽ ഓർഗനൈസേഷൻ വൺ ഓഫ് ദ സിഗ്നിഫിക്കൻറ്റ് ഫീച്ചർ ഓഫ് ബ്യൂറോക്രസി ക്രിയേറ്റ്സ് ഡിലേ ഇൻ ടേക്കിംഗ് ഡിസിഷൻ ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡ്. ടു സോൾവ് ദിസ് ആൻഡ് പ്രൊവൈഡ് ബെറ്റർ സർവീസ് ഈസിലി ദ ഗവൺമെൻറ് ഹാസ് ടേക്കൻ സർട്ടൈൻ സ്റ്റെപ്പ്. അതിൽ നമുക്ക് ഫോക്കസ് പോയിന്റ് ആയിട്ട് തന്നിട്ടുള്ളതെന്ന് ഒരു വരി പോലും മാക്സിമം വിടാതിരിക്കുക. അതിൽ നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ തരും, കാരണം നമുക്ക് ഇരട്ടി മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഫോക്കസ് പോയിന്റിൽ നിന്ന് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഒരു വരി പോലും വിട്ടിട്ടുണ്ടാവില്ല, കംപ്ലീറ്റ് അവർ അരിച്ച് പെറുക്കിയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ഇടുക. അത് നിങ്ങൾ പ്രത്യേകം നോക്കുക. അപ്പോൾ നമ്മൾ ഇത് ഇത്രയേ ഉള്ളൂ, അതായത് ഇന്ത്യൻ സിവിൽ സർവീസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് നമ്മൾ അടുത്ത പോയിന്റ് ആയിട്ടുള്ളത് ഗവേണൻസ് ആണ് നമുക്ക് അടുത്തായിട്ട് നോക്കേണ്ടത്. ഈ ഒരു ചാപ്റ്ററിൽ ഗവേണൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഒക്കെ വെച്ചാൽ നിങ്ങൾ വായിച്ചിടുക, അന്ന് നമ്മൾ നോക്കുന്നില്ല. ഗവേണൻസ് എന്താ നോക്കാം. ഗവേണൻസിൽ ദ ഒബ്സർവേഷൻ ഓഫ് APJ അബ്ദുൽ കലാം ഫോമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അബൌട്ട് ഗവേണൻസ് ഈസ് ഗിവൻ എബോ. സാധനം നോക്കണം. ഡെവലപ്മെൻറ്റ് അറ്റൈൻഡ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഷുഡ് ബി യൂട്ടിലൈസ് അഡ്മിനിസ്ട്രേറ്റീവ്. ഗവേണൻസ് എന്താണെന്ന് ചോദ്യം നിങ്ങൾ ഇത്ര നോക്കുക. ഗവേണൻസ് ഈസ് ദ യൂസ് ഓഫ് ഇലക്ട്രോണിക് ടെക്നോളജി ഇൻ അഡ്മിനിസ്ട്രേഷൻ. അത്ര നോക്കാം. അതായത് 1, 2, 3 മാർക്കിന് വരെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ഗവേണൻസ് ഈസ് ദ യൂസ് ഓഫ് ഇലക്ട്രോണിക് ടെക്നോളജി ഇൻ അഡ്മിനിസ്ട്രേഷൻ. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ചോദിക്കും. ദിസ് ഹെൽപ്പ് ടു ഒബൈൻ
government service easily in a speedy manner. The single window system for admission to higher secondary courses, അതായത് ഏകജാലകമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ വാരിയസ് സ്കോളർഷിപ്പ് എക്സെട്ര എക്സാമ്പിൾസ് ഫോർ ഇ ഗവർണൻസ്. ലെറ്റ്സ് എക്സാമിൻ ദ ബെനിഫിറ്റ്സ് ഓഫ് ഇ ഗവർണൻസ്. ഈ പോയിന്റ്സ് നിങ്ങൾ എന്തായാലും വിടാതെ പഠിച്ചിരിക്കുക. ഇ ഗവർണൻസിൻ്റെ എന്താ പറയുക, ബെനിഫിറ്റ്സ് ആണ്, ഗുണങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. can receive service with the help of information technology, no need to wait in government office. അതിപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സഹായത്തോടെ എന്ത് ചെയ്യാം, ഇവരുടെ സർവീസ്, അതായത് ഇവർ നമുക്ക് തരാൻ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാവില്ല, ലോൺ തരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളില്ല, സർക്കാരായിട്ട് ചെയ്യുന്ന അക്ഷയ ഇത്ര റിസൾട്ട് കാര്യങ്ങളൊക്കെ നമുക്ക്, അതായത് ഗവൺമെൻറ് നമുക്ക് തരുന്ന സർവീസ്, ആ സർവീസുകൾ മൊത്തം നമുക്ക് ഇൻഫർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടറിലൂടെയൊക്കെ നമുക്ക് നോക്കാൻ സാധിക്കും. പിന്നെ ഗവൺമെൻറ് ഓഫീസുകളിൽ കാത്തു നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഓരോ പേപ്പർ നന്നാക്കി കിട്ടാനൊക്കെ വേണ്ടി നമ്മളിങ്ങനെ കാത്തു നിൽക്കില്ല, അതിൻ്റെ ആവശ്യമില്ല, ഒക്കെ പെട്ടെന്ന് തന്നെ നടക്കും. അതും നമുക്ക് ചിലവ് കുറവ് രീതിയിൽ നടക്കുകയും ചെയ്യും. ഗവൺമെൻറ് സർവീസസ് ഓഫേർഡ് സ്പീഡ്ലി ആൻഡ് ലെസ് എക്സ്പെൻസ്, അതായത് എക്സ്പെൻസ് വളരെ കുറവാണ്, അതായത് നമുക്ക് അധികം ടൈമൊന്നും വേണ്ടി വരുന്നില്ല, എക്സ്പെൻസും വേണ്ട. പിന്നെ എഫിഷ്യൻസി ഓഫ് ദ ഓഫീസേഴ്സ് ആൻഡ് ക്വാളിറ്റി ഓഫ് ദ സർവീസ് ഗെറ്റ് എൻഹാൻസ്ഡ്. എന്താ ഈ എഫിഷ്യൻസി ഓഫ് ദ ഓഫീസേഴ്സും ക്വാളിറ്റി ഓഫ് ദ സർവീസും ഗെറ്റ് എൻഹാൻസ്ഡ് എന്ന് വെച്ചാൽ അത് ഈ ഓഫീസിൻ്റെ കാര്യക്ഷമതയും ഗുണമേന്മയൊക്കെ ഒക്കെ വർദ്ധിക്കും, അത്രയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ദ ഫെസിലിറ്റീസ് ആർ നൗ അവൈലബിൾ ഇൻ ഓൾ ഗവൺമെൻറ് ഓഫീസേഴ്സ്, അത് നോക്കണ്ട. പിന്നെ ഇത് നോക്കുക, ദ ബേസിക് ഫെസിലിറ്റീസ് ആർ ഇൻഷുർഡ് ടു ഓൾ ത്രൂ ദ അക്ഷയ സെൻറ്റേഴ്സ് ഇൻ കേരള. അക്ഷയ ജസ്റ്റ് നോക്കിയിട്ടേക്കുക. പീപ്പിൾ ക്യാൻ റിസീവ് സർവീസസ് ഇ ഗവർണൻസ് അറ്റ് ഹോം വിത്ത് ദ സ്പ്രെഡ് ഓഫ് ഇ ഇലക്ട്രിസിറ്റി. അപ്പോൾ അതിൽ അത്രേ വരുന്നുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഫോക്കസ് ഏരിയൻ്റെ റിവിഷൻ കഴിഞ്ഞു. നമുക്ക് ഈ ചാപ്റ്ററിൽ വളരെ കുറച്ചേ ഉള്ളൂ, ഒരുപാടുണ്ടായിരുന്ന ചാപ്റ്റർ ആയിരുന്നു, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, സ്ക്രീൻഷോട്ട് ചെയ്ത് എടുക്കുക. ഇത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന ചാപ്റ്ററിൽ ഫോക്കസ് പോയിന്റിൽ വരുന്ന എല്ലാം ഏകദേശം ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയാവും. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തേക്കുക. ഡെഫിനിഷൻ ഓഫ് എൻഗ്ലാഡ് എന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്, ഞാൻ ജസ്റ്റ് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് അടുത്ത പേജ് കാണിക്കാം. ഇതും ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തേക്കുക. ഓക്കെ, അതിൻ്റെ ബാക്കിയായിട്ടുള്ളതാണ്, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് റീഡ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കാൻ മടിയുള്ളവരാണ് ജസ്റ്റ് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ വായിക്കുക. ഇത് മാത്രം പഠിച്ചാൽ മതിയാവും. ജസ്റ്റ് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വായിച്ചേക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്, ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സ്, ബൈ ബൈ, സൈനിങ് ഓഫ്.